ഹലോ, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ നമ്മൾ കുറേ ദിവസമായിട്ടുണ്ടായിരുന്നു വീഡിയോ ഇട്ടിട്ടാ. ഇപ്പോൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടൻറ്റിൻ്റെ ഭയങ്കര ക്ഷാമമാണ് കേട്ടോ. അപ്പോൾ നിങ്ങളോട് സ്പെഷ്യലായിട്ടൊക്കെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ വീഡിയോ ഇട്ടിട്ടല്ലേ കാര്യമുള്ളൂ, വെറുതെ ചടപ്പിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നിന്നായിരുന്നു. ഇപ്പം ഞാൻ പോണത് ഞാനും നന്ദുട്ടനും കൂടി പുല്ലുണിക്കാവിലൊന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചിട്ടാണ്. നമ്മളെ നാട്ടിലെ കുറച്ച് വലിയ ഒരു അമ്പലമാണ് ഈ പുല്ലുണിക്കാവ് എന്ന് പറഞ്ഞത്. നാട്ടിലെ ഒരു വേണ്ടപ്പെട്ട വലിയൊരു അമ്പലം, അതാണ് പുല്ലുണിക്കാവ് എന്ന് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ ഫ്രണ്ട് കൂടെ പോകാമെന്ന് വിചാരിച്ചു. ഏതായാലും വീഡിയോ എടുക്കല്ലേ, വേറൊരു വഴിയുണ്ട് അമ്പലത്തിൻ്റെ ഒരു സൈഡിലേക്ക് എത്തുന്ന രീതിയിൽ. അപ്പോൾ അതിൽ കൂടെ പോയില്ല, നിങ്ങളിങ്ങനെ വന്നിട്ട് കാണിച്ചു തരാൻ വിചാരിച്ചിട്ട് പോയത് തന്നെയാണ്. പക്ഷെ പെട്ടുപോയി, നല്ല ചളിയായിരുന്നു കേട്ടോ അവിടെ. അങ്ങനെ ഞാൻ നന്ദുട്ടനെ അവിടെ ഇറക്കിയിട്ട് പിന്നെ അങ്ങോട്ട് പോയി, അമ്പലത്തിൻ്റെ അവിടെ എത്തി. പിന്നെ തൊഴുന്നതൊന്നും ഞങ്ങൾ എടുത്തിട്ടില്ല കേട്ടോ. അമ്പലത്തിൽ പോയി പിന്നെ പെട്ടെന്ന് തന്നെ ചടപടയെന്ന് പറഞ്ഞിട്ട് വീട്ടിലേക്ക് പോകേണ്ടി വന്നിട്ടാണ്. കാരണം നന്ദുട്ടന് ക്ലാസ് ഉണ്ടായിരുന്നു, മ്യൂസിക് ക്ലാസ്. അപ്പോൾ അതിനും കൂടി പോകണ്ടേ. അപ്പോൾ വേഗം അമ്പലത്തിലെത്തി തൊഴുത് ദേവിനോട് കുറേ കാര്യങ്ങളൊക്കെ പറയാനുണ്ടായിരുന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പിന്നെ മ്യൂസിക് ക്ലാസ്സിലേക്ക് പോയി. അപ്പോൾ ഇത് ചേന്തര സ്കൂളാണ് കേട്ടോ, നമ്മളെ വീട്ടിൻ്റെ കുറച്ചടുത്ത് തന്നെയാണ്. അപ്പോൾ ഇവിടെയാണ് നന്ദുട്ടൻ മ്യൂസിക് പഠിക്കുന്നത്. നന്ദുട്ടൻ പാട്ടൊക്കെ പാടും, നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, കുറച്ച് മുന്നേയൊക്കെ പാടിയിട്ടിട്ടുള്ളത്. അപ്പോൾ ഞാൻ വിചാരിച്ചു പഠിച്ചോട്ടേന്ന്. അപ്പോൾ കണ്ടിന്യൂ ചെയ്യാനാണ് തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തോട്ടെ വിചാരിച്ചു. എന്തായാലും വലുതായി കഴിഞ്ഞിട്ട് അമ്മ പാട്ട് പഠിപ്പിച്ചിട്ടുള്ളതെന്ന് ചോദിക്കരുത്. കാരണം ഞാനിപ്പോൾ എൻ്റെ അമ്മനോട് ചോദിക്കുന്ന പോലെ എന്നോട് ചോദിക്കരുത്. അപ്പം എനിക്ക് പറയാമല്ലോ, ചേർത്തിരുന്ന് പഠിക്കാനായിട്ടല്ലേന്ന്. അപ്പോൾ പഠിക്കാൻ ഇപ്പോൾ ഒത്തിരി മടിയനായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് എത്തി. ചോറൊക്കെ ഉണ്ടതിന് ശേഷം വേഗം ചോറുണ്ട് കേട്ടോ ഞങ്ങൾ. കാരണം ഞങ്ങൾ ഇന്ന് കുറച്ചല്ല, ഒരു 2 സ്ഥലത്തേക്ക്. 2 സ്ഥലം എന്ന് വെച്ചാൽ നമുക്ക് പ്രധാനപ്പെട്ട 2 സ്ഥലമാണ്. കുറേ ആയിട്ട് പോകണം എന്ന് വിചാരിച്ച് നീണ്ടു പോയ 2 വീടുകൾ. ഒന്ന് അച്ഛൻ്റെ അമ്മായിയുടെ മകളെ വീടിക്കാണ് പോണത് കേട്ടോ. അപ്പോൾ അച്ഛൻ്റെ അമ്മായിയുടെ മകൾ എന്ന് പറയുമ്പോൾ അച്ഛൻ്റെ ചെറുപ്പത്തിൽ മരിച്ചു പോയതാണ്. അപ്പം ആ ഒരു ടൈമിൽ ഏറ്റവും കൂടുതൽ കരുത്തും സപ്പോർട്ടും ഒക്കെ കൊടുത്തത് അച്ഛനെ അത്രയും നോക്കിയിട്ടുള്ളൊരു അമ്മായിയുടെ മകൾ. അപ്പോൾ അവരുടെ വീട്ടിലാണ് പോണത്. അപ്പോൾ അവരെ നമ്മൾ സുബക്കുട്ടി എടുത്തിന്ന് വിളിക്കുക കേട്ടോ. അപ്പോൾ അങ്ങോട്ടാണ് പോണത്. ഈ അമ്മായി വന്നിട്ട് കുറച്ച് ദിവസമായി, പക്ഷെ ഞാൻ വീഡിയോസ് ഒന്നും എടുക്കാത്തതുകൊണ്ട് നിങ്ങൾ ആരും കണ്ടിട്ടുണ്ടാവില്ല. നമ്മൾ ഊട്ടി പോയപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല ഈ അമ്മായി. കുറച്ച് ദിവസമൊക്കെ നിന്നിട്ട് പോവുള്ളൂ, ഇനിയിപ്പോൾ ഓണം കഴിഞ്ഞിട്ടേ പോവുള്ളൂ കേട്ടോ. അപ്പോൾ എന്താ പറയുക, അങ്ങനെ ഞങ്ങൾ അവിടെ എത്താനായി. ഇതാണ് സുബക്കുട്ടി എടുത്തിയുടെ വീട് കേട്ടോ. അപ്പം സുബക്കുട്ടി എടുത്തി എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അമ്മായി തന്നെ. അപ്പോൾ എന്താ അച്ഛൻ്റെ പെങ്ങളായിട്ട് വരില്ലേ, അപ്പോൾ അച്ഛൻ്റെ അമ്മായിയുടെ മകളാണ് ഇത്. അപ്പോൾ ഞങ്ങൾക്കും അമ്മായി അങ്ങനെയല്ലേ വരിക. ആകെ കൺഫ്യൂഷൻ ആവും കേട്ടോ. നമ്മൾ അങ്ങോട്ട് ബന്ധങ്ങൾ പറയുമ്പോൾ കൺഫ്യൂഷൻ ആവും. നമുക്ക് ആളെ കണ്ടാൽ മനസ്സിലായാൽ മതിയല്ലോ എന്നുള്ള രീതിക്കാണ്. കുറേ ആൾക്കാർ അങ്ങനെ കേട്ടോ. കാരണം ബന്ധങ്ങൾ നമുക്ക് നല്ല അടുപ്പായിരിക്കും, പക്ഷേ ഞങ്ങൾ മക്കൾക്ക് പറഞ്ഞു തരാൻ ഇത് ആരുടെയൊക്കെയാണെന്നൊക്കെ പറയാൻ കുറേ ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളല്ല അമ്മനെ കണ്ടപാട്, അമ്മനെ ഈ അമ്മായിനെയൊക്കെ കണ്ടപാട് തുടങ്ങി കരച്ചിൽ. ആൾക്ക് കുറേ കാലത്തിന് ശേഷം കാണല്ലേ, ഒരു 2 വർഷത്തോളം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ ഈ അമ്മായിനെ കണ്ടിട്ട്. അങ്ങനെ കുറേ നേരം അവിടെ ഇരുന്ന് സംസാരിച്ചു. നന്നായിട്ട് സംസാരിക്കാനൊന്നും പറ്റില്ല, കുഴഞ്ഞിട്ട് ഇതായതുകൊണ്ട് നമുക്ക് സംസാരിക്കണമെന്നും വല്ലാണ്ട് മനസ്സിലാവില്ല കേട്ടോ. അങ്ങനെ കുറേ നേരം അവിടെ ഇരുന്നു. പിന്നെ ആ അമ്മായിൻ്റെ ഒരു മകൾ അപ്പുറത്തെ വീട്ടിലുണ്ട് കേട്ടോ, അവരുടെ മകൻ്റെ വീട്ടിൽ. അവർ വീണിട്ട് കയ്യൊക്കെ ഒടിഞ്ഞിട്ട് ഇത് കിടക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ അവരെയും കൂടി പോയി കണ്ടതാണ്. അപ്പം നടന്നു പോകുമ്പോൾ എടുത്ത വീഡിയോ ആണ് അത് കേട്ടോ. അങ്ങനെ ഞങ്ങളിതാ ഈ അമ്മായിൻ്റെ മോൻ്റെ വർക്ക്ഷോപ്പാണ് ഇത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവരെയും കൂടി കണ്ടിട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെപ്പോഴും ഒന്നും ഇറങ്ങൂലല്ലോ. അപ്പോൾ കാണാൻ ഇനിയും കുറേ കാലം കഴിഞ്ഞിട്ടാവും ചിലപ്പോൾ കാണുക. അപ്പോൾ പോണ വഴിക്ക് അവിടെ ഒന്ന് ഇറങ്ങിയെന്നുള്ളൂ. ഇനി ഈ കാണുന്ന ആളാണ് എൻ്റെ അമ്മമ്മേൻ്റെ ചേച്ചീൻ്റെ മോള്. അപ്പോൾ ഇത് എന്ന് വെച്ചാൽ ഇവരെയും കുറേ ആയി കണ്ടിട്ട്. ഇങ്ങോട്ട് പോരാ, വട്ടത്താണിക്ക് പോകണം. ഏത് സമയം അമ്മ പറയുന്ന 2 ആൾക്കാർ ഇവർ 2 ആൾ കേട്ടോ. അമ്മയ്ക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിലേഷൻസൊക്കെ കുറവാണ്. കാരണം എന്താ വെച്ചാൽ അമ്മയ്ക്ക് ആങ്ങളമാരും ഇല്ല, പിന്നെ അനിയത്തിമാരോ ചേച്ചിമാരോ അങ്ങനെ ഒന്നുമില്ല. അമ്മ ഒറ്റ മോളാണ് കേട്ടോ. പിന്നെ വരുന്നത് ഇതേപോലെ അമ്മമ്മേൻ്റെ ചേച്ചിയുടെ മക്കളും അങ്ങനെയൊക്കെയാണ്. പിന്നെ അച്ഛൻ്റെ റിലേറ്റീവ്സൊക്കെയാണ് ഉള്ളത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ റിലേറ്റീവ്സ് അമ്മയ്ക്ക് കുറവാണ്. അപ്പോൾ ഇവരൊക്കെ അമ്മ ഇങ്ങനെ ചേർത്ത് പിടിക്കാൻ എപ്പോഴും ശ്രമിക്കാറുണ്ട്.
പിന്നെ അമ്മേൻ്റെ അച്ഛൻ്റെ ആൾക്കാരൊക്കെ വരണത് പാലക്കാട് ഒറ്റപ്പാലം ഏരിയയിലാണ് കേട്ടോ. അവിടേക്കും നമ്മൾ എപ്പോഴെങ്കിലും അല്ലേ പോവുള്ളൂ. അവിടെയൊക്കെ എന്തെങ്കിലും പരിപാടി ഉള്ളപ്പോഴോ അങ്ങനെയൊക്കെ പോവുള്ളൂ, അല്ലാണ്ട് എപ്പോഴൊന്നും പോകാൻ പറ്റുന്ന സ്ഥലമല്ലല്ലോ. ഇതന്നെ നമ്മളെ അടുത്താണ്. എന്നിട്ട് പോലും ഇവിടേക്ക് വന്നിട്ട് 2 വർഷം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇതാണ് പറയണത്, നമ്മൾ ഇങ്ങനെ ഇറങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അമ്മ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട് ഇനി ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരും, എപ്പോഴും വരും എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവിടുന്ന് പോന്നിട്ടുള്ളത്. അങ്ങനെ ഞങ്ങൾ കുറേ നേരം അവിടെ നിന്നിട്ട് ഞങ്ങൾ കണ്ടപ്പോൾ അവർ പുറത്തു പോയി പൊറോട്ടയും ചിക്കനൊക്കെ വാങ്ങിക്കൊണ്ടുവന്ന് ഭയങ്കര സ്വീകരണമൊക്കെ ആയിരുന്നു കേട്ടോ. ഭയങ്കര സന്തോഷമായിരുന്നു. കുറേ നേരം സംസാരിച്ചിരുന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് പോന്നു. അപ്പോൾ എന്താ പറയുക, ഇവരൊക്കെ നമുക്ക് പോകുമ്പോൾ അത്രയ്ക്കൊരു ഇതൊന്നും തോന്നിയില്ല. പക്ഷെ എല്ലാവരും കൂടി കണ്ടിട്ട് എല്ലാവരും കൂടി അങ്ങോട്ട് ആ ഒരു സന്തോഷത്തോടുകൂടി കണ്ടപ്പോൾ വന്നത് ഏറ്റവും നന്നായി എന്ന് തോന്നിയിട്ടോ. കാരണം പ്രായമായവരൊക്കെ ഇതേപോലൊക്കെ ഒന്ന് പോയി കാണുന്നതൊക്കെ നല്ലതാണ് ഇടയ്ക്കിടയ്ക്ക്. നമുക്ക് എപ്പോഴും ടൈം ഉണ്ടാവില്ലല്ലോ. ഒരാൾ ഒന്നിക്കിൽ അമ്മ തിരക്കായിരിക്കും, അല്ലെങ്കിൽ ഉണ്ണിക്ക് തിരക്കായിരിക്കും, പണിയും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇപ്പം എല്ലാവരും ഓരോ തിരക്കിലായിരിക്കും. അപ്പോൾ എല്ലാവർക്കും കൂടി ഒത്തു വരണ ഒരു സമയം ഉണ്ടാവില്ല. അപ്പോൾ ആ ഒരു സമയം എന്ന് പറഞ്ഞത് ഇപ്പോഴാണ് ഉണ്ടായത്. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്ത് ഇറങ്ങിയതല്ലേ, അപ്പോൾ എല്ലായിടത്തും പോകാമെന്ന് വിചാരിച്ചിട്ട് പോയി. പിന്നെ ഞങ്ങൾ കടൽ കാണാൻ വേണ്ടി പോയിട്ട് അവിടെ എത്തിയപ്പോഴത്തേക്കും നല്ല ഇരുടാവാനായിട്ടുണ്ടായിരുന്നു. അനിയൻ പറയുന്നുണ്ടായിരുന്നു അവിടെ പോയിട്ടൊന്നും കുറച്ച് നേരം പോലും നിൽക്കാൻ പറ്റില്ല, കാരണം നല്ല ഇരുടായിക്കൊണ്ടിരിക്കുകയാണെന്നൊക്കെ. എന്നാലും ആ ഒരു ഏരിയ കൂടെ പോവല്ലേ വിചാരിച്ചിട്ട് അവിടെയും കൂടി ഇറങ്ങി. പിന്നെ ഇതേപോലെ ഒരു ഇറക്കം ഉണ്ടാവില്ല, കാരണം ഞാനിപ്പോൾ ഷോപ്പിലും പെട്ടതുകൊണ്ട് എങ്ങോട്ടും പോകാൻ പറ്റണില്ല. ഇനിയിപ്പോൾ ഓണം കഴിയുന്ന വരെ തിരക്കും കാര്യങ്ങളൊക്കെ അല്ലേ. അപ്പോൾ ഇനിയിപ്പോൾ ഞായറാഴ്ചയൊക്കെ ഷോപ്പ് ഓപ്പൺ ആക്കും. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ അത് കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും ഇതേപോലൊരു ലീവ് കിട്ടുക, ഒരു ഇത് കിട്ടുക. അപ്പോൾ നമ്മൾ ഓണത്തിന് 3rd and 4th സൺഡേസൊക്കെ നമ്മൾ ഓപ്പൺ ആക്കും കേട്ടോ ഈ മാസം. അങ്ങനെ ഇത്രയേ ഉള്ളൂ ഈ ഒരു വ്ളോഗ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഒരു കുഞ്ഞു വിശേഷം. ഇനി ഇതേപോലെ ഞങ്ങൾ വേറൊരു വീഡിയോ ആയിട്ടല്ലേ, ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് വരാട്ടോ. കണ്ടൻറ്റിൻ്റെ ക്ഷാമമാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. വെറുതെ ഇങ്ങനെ വീഡിയോസ് ചെയ്യണ്ടല്ലോ വിചാരിച്ചു. ഇതൊക്കെ ആകുമ്പോൾ ഓർമ്മകളിൽ ഇങ്ങനെ കിടക്കും. പിന്നെ എപ്പോഴെങ്കിലുമൊക്കെ എടുത്ത് കാണാനും ഒക്കെ ഇതേപോലെ യൂട്യൂബിലിടുന്ന വീഡിയോസ് ഹെൽപ്പ് ചെയ്യുമല്ലോ. നോക്കണൊക്കെ